180 കൺട്രീസിൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ACCA പഠിക്കുകയാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈനിങ് അതോറിറ്റി ഇല്ല. ഇപ്പോൾ BCom-നാണെന്നുണ്ടെങ്കിൽ 5 പേപ്പേഴ്സ് വരെ നമുക്ക് കിട്ടാം. ഇൻ കേസ് വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാനിത് എടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡ്രോപ്പ് ചെയ്ത് പോവായിരുന്നു. കൊമേഴ്സ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് ACCA എന്നുള്ള കോഴ്സ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി ഡൗട്ടുകളാണ് കുട്ടികളൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടെയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മോടൊപ്പം ICMS-ന്റെ ACCA ഹെഡ് ചെയ്യുന്ന ജിൻഷ മിസ് നമ്മോടൊപ്പം ഉണ്ട്. മിസ്, വെൽക്കം ടു ദിസ് ടോക്ക്. താങ്ക് യു. നമുക്ക് കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കാം, എന്താണ് ACCA, എന്തെല്ലാമാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. സാധാരണഗതിയിൽ ഈ കോഴ്സുകളുടെ അറിവെല്ലാം കിട്ടുന്നത് പരസ്യത്തിലൂടെയാണ് കിട്ടുന്നത്. കുട്ടികൾ അട്രാക്റ്റഡ് ആവുന്നത് അതിലൂടെ തന്നെയാണ്, അതൊരു എൻട്രിയാണ്. ബട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കോഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ACCA, ഏത് ബോഡിയാണ് ACCA കൊടുക്കുന്നത്, എന്തെല്ലാം ലെവൽസ് അതിനകത്ത് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അത്? ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ കോഴ്സാണ്. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ്. UK ബേസ്ഡ് കോഴ്സാണ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്. ഇതിൽ 3 ലെവൽസ് ആണ് വരുന്നത്. അപ്ലൈഡ് നോളേജ് ലെവല്, അപ്ലൈഡ് സ്കിൽ ലെവല്, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലാണ്. ഇങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് 13 പേപ്പേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിനകത്ത് ഈ അപ്ലൈഡ് നോളേജ്, സ്കിൽ ലെവൽ, ഇങ്ങനെ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് പേപ്പേഴ്സ്, എങ്ങനെയൊക്കെയാണ് അതിനകത്തുള്ളത്? അപ്ലൈഡ് നോളേജ് ലെവലിൽ 3 പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്ലൈഡ് സ്കിൽ ലെവലിൽ 6 പേപ്പേഴ്സും ആൻഡ് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽസിൽ 4 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ 2 പേപ്പേഴ്സ് നമുക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട പേപ്പേഴ്സ് ആണ്. ബാക്കി ഒരു 4 പേപ്പേഴ്സിൽ 2 പേപ്പേഴ്സ് നമുക്ക് ഓപ്ഷനല്ല, ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രി ലെവല് എല്ലാവർക്കും ആവശ്യമാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നോളജ് ലെവൽ എല്ലാവരും അത് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു CA CMA-ലൊക്കെ വെക്കുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫൗണ്ടേഷൻ വേണ്ടെന്നൊക്കെ പറയും. എന്നതുപോലെ ACCA-യുടെ കേസിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എൻട്രി? ആർക്കൊക്കെ, ഏതിലൊക്കെ? എൻട്രി +2 കഴിഞ്ഞ് വരുന്നവർക്ക് ഇതിൻ്റെ എൻട്രി ലെവൽ ആവശ്യമാണ്. ഇപ്പോൾ ഡിഗ്രി, BCom, BBA പോലെയുള്ളവർക്ക് ഈ ആദ്യത്തെ 3 പേപ്പേഴ്സ് നമുക്ക് എക്സംഷൻ കിട്ടും. ഇപ്പോൾ BCom ഫിനാൻസ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ ആദ്യത്തെ 5 പേപ്പേഴ്സ് വരെ എക്സംഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവരും ചോദിച്ചു വരുന്നൊരു കാര്യം, ഈ എക്സ്പീരിയൻസ്, അവർക്ക് വേണ്ട ഒരു വർക്ക് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, അത് എത്ര വർഷമാണ്? ശരിക്കും അതിന് ഊന്നി പറയാറില്ല എന്നൊക്കെ പറയുന്നത്. എത്ര വർഷത്തോളം? അത് 3 years വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് അത്യാവശ്യം. അത് ഏതൊക്കെ ഫീൽഡ് എന്നുള്ളത് അങ്ങനെ പറയുന്നത്? അക്കൗണ്ടിങ് ഫീൽഡ്, പിന്നെ ഫിനാൻസ് ഫീൽഡ്, ആ ഒരു ഫീൽഡിലൊക്കെയാണ് നമുക്ക് ഈ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ. ഇനി ഒരു ആഗോളതലത്തിലുള്ള കോഴ്സാണ് ACCA എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോഴ്സ് ഇന്ത്യൻ സ്റ്റുഡൻസ് എടുക്കുന്നതും അതല്ലാതെ അതിൻ്റെ ചാൻസസും എങ്ങനെയാണ്? അത് ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ACCA എങ്ങനെ യോജിക്കുന്നത്? ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇത് 180 കൺട്രീസിൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. ഈവൻ ഇന്ത്യയിൽ പോലും നമുക്ക് ബിഗ് ഫേംസിൽ, MNCസിലൊക്കെ പല റോൾസിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അക്കൗണ്ടിങ്സിൽ, ഫിനാൻസിൽ, ബിസിനസ് ഫൈനാൻഷ്യൽസിൽ, ഇതിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈനിങ് അതോറിറ്റി ഇല്ല. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ACCA-യുടെ കാര്യത്തിൽ അതിൻ്റെ ഒരു എക്സാം സൈഡിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ, എന്താണ് അതിൻ്റെ ഒരു പാസിംഗ് ക്രൈറ്റീരിയാസ്, എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ എക്സാംസ് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ 4 പേപ്പേഴ്സ്, അതായത് അപ്ലൈഡ് നോളേജിൻ്റെ 3 പേപ്പേഴ്സും ആൻഡ് സ്കിൽ ലെവലത്തെ 1 പേപ്പർ, ലോ എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറും ഈ 4 പേപ്പേഴ്സ് ഓൺ ഡിമാൻഡ് എക്സാംസാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എപ്പോഴാണോ പഠിച്ച് തീരുന്നത് ആ ഒരു ടൈം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി പേപ്പേഴ്സിൻ്റെ എക്സാംസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിൽ 4 വിൻഡോസാണ് വരുന്നത്. അതായത് മാർച്ചിൽ, ജൂണിൽ, സെപ്റ്റംബറിൽ, ഡിസംബറിൽ. ഈ 4 വിൻഡോസിൽ നമുക്ക് 1 ഇയറിൽ 4 പേപ്പേഴ്സ് വെച്ചിട്ട് എക്സാം എഴുതാനും പറ്റും. ഓക്കെ,
പിന്നെ ഇതിന്റെ പാസിംഗ് റേറ്റ് എന്ന് പറയുന്നത് 50 ഔട്ട് ഓഫ് 100 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. നമുക്ക് 50% നമ്മൾ മാർക്ക് ഗെയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ACCL നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, എക്സാം പാറ്റേൺ. ഇതിനകത്ത് ഇത്ര എക്സാം ക്വാളിഫൈ ചെയ്താൽ ഇന്ന ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ CA-CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പോലും അതിനൊരു ഓപ്പർച്യൂണിറ്റീസിനെ പറയുന്നുണ്ട്. എന്നതുപോലെ ACCL ഇത്ര പേപ്പർ ക്വാളിഫൈ ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ പറയാൻ സാധിക്കുമോ? യെസ്, 9 പേപ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ക്വാളിഫയേഴ്സ് എന്നാ പറയാ. അവർക്ക് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ബാക്കി 4 പേപ്പേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. ആ കംപ്ലീറ്റ് ചെയ്യണതിന്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് വർക്കിന് വേണമെങ്കിൽ വർക്ക് എക്സ്പീരിയൻസും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ACCA പഠിക്കുന്ന ഒരു കുട്ടി, ACCA എന്ന് മാത്രമല്ല കൊമേഴ്സ് പ്രൊഫഷൻസ് ഏത് പഠിക്കുന്ന കുട്ടിയുടെയും പ്രധാന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഭയങ്കര ടഫാണോ എന്നുള്ളത്. അതിനെ എങ്ങനെ കാണുന്നു? ടഫാണോന്ന് ചോദിച്ചാല് ടഫാണ്. അത് ഏതൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ടഫ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടിരിക്കും അതിന്റെ ഒരു ടഫ്നെസ്. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഇത്രയും ക്വാളിഫൈ ചെയ്ത ആളാണല്ലോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എഫേർട്ട് ഒക്കെ? നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് പ്രാക്ടീസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ബുക്കിലുള്ളത് കൂടുതൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ACC തന്നെ അവരുടെ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ACC സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എക്സാമിൻ്റെ മുമ്പ് മോക്ക് എക്സാംസ് ഉണ്ട്, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. അതിൽ തന്നെ നമുക്ക് പാസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഇതിൽ വേറൊരു കാര്യം, ഇത്ര മണിക്കൂർ തന്നെ പഠിക്കണം അല്ലെങ്കിൽ എത്രമാത്രം സ്റ്റഡി ഹവേഴ്സ് വേണ്ടി വരും? കോമൺ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമുക്കൊക്കെ നേരിടുന്ന എപ്പോഴും കുട്ടികൾ ബേസിക് ലെവലിൽ ചോദിക്കുന്നതാണ്, എത്ര സമയം ഇതിനു വേണ്ടിയൊക്കെ പഠിക്കേണ്ടി വരും? എത്ര സമയം പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഓരോ കുട്ടികളുടെ ഇതിനനുസരിച്ചിട്ടാണ്. ചിലവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാകും, പക്ഷെ ചില കുട്ടികൾക്ക് കൂടുതൽ ഇരുന്നാലേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടാകും. എന്നാലും ഒരു മെയിനായിട്ട് 1 to 2 hours പെർ ഡേ വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പം അന്ന് എന്താണോ എടുത്തത് അത് അന്ന് വീട്ടിൽ പോയിട്ട് ഫുള്ളായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാസ് ചെയ്യാനും കുറച്ചുകൂടെ സിംപ്ലി. അപ്പോൾ അന്നാന്ന് കവർ ചെയ്തിട്ടുള്ള പോർഷൻസ്, ഫാക്കൽറ്റി സൈഡിൽ നിന്ന് കവർ ചെയ്ത പോർഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു 2-3 hours ഇതിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ. ACCയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും 13 പേപ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പരമാവധി നോക്കുന്നത് ഇതിൽ എങ്ങനെയെങ്കിലുമൊക്കെ എക്സംഷൻസ് കിട്ടാറുണ്ടോ എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഡിഗ്രിയുടെ കാര്യത്തിൽ. അതുപോലെ മറ്റു കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിനകത്ത് എക്സംഷൻസ് എങ്ങനെയൊക്കെയാണ്? എക്സംഷൻസ് ഓരോ ബോർഡിന് പല എക്സംഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CMA 7 പേപ്പേഴ്സ്, അതായത് ഇപ്പോൾ CMA ക്വാളിഫൈ ആയ ഒരാൾ എക്സ്പീരിയൻസ്, അതായത് വിത്തൗട്ട് 5 years എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 7 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് വിത്ത് 5 years എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 9 പേപ്പേഴ്സ് വരെ എക്സംഷൻ, ബാക്കി 4 പേപ്പേഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി ACCL. ഓക്കെ. ഡിഗ്രിയുടെ കേസുകളിൽ വരുമ്പോൾ, ഡിഗ്രിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ BCom BBA പോലെയുള്ള കോഴ്സിനൊക്കെ എക്സംഷൻസ് ഉണ്ട്. ഇപ്പോൾ BCom വരികയാണെന്നുണ്ടെങ്കിൽ അപ് ടു 5 പേപ്പേഴ്സ് വരെ അവർക്ക് എക്സംഷൻ കിട്ടാം. ഓക്കെ. ഇനി ഇതിന്റെ ഒരു മറ്റൊരു സൈഡാണ് മെമ്പർഷിപ്പ് എന്നുള്ളത്. കാരണം ഇതൊരു ഫോറിൻ ബോഡി കൂടെയാണ്. ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യത്തിലൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ശ്രദ്ധിക്കുന്ന പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ്? മെമ്പർഷിപ്പ് കിട്ടാൻ ഫസ്റ്റ് ഈ 13 പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ACC അഫിലിയേറ്റ് ആവുക. ആൻഡ് ഒരു EPSM എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്, അതായത് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾ. അതും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമുക്ക് 3 years വർക്ക് എക്സ്പീരിയൻസ് കൂടെ വേണം. ആ 3 years വർക്ക് എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഒരു ACCA മെമ്പറാണ്. ഞാൻ വിട്ടുപോയൊരു ചോദ്യം, എക്സാമുകൾ ഫെയിൽ ആയാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാ? എക്സാം ഫെയിൽ ആയാൽ നമുക്ക് അടുത്തൊരു സിറ്റിംഗിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് സിറ്റിംഗിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 4 windows ആണ്. അപ്പോൾ നമ്മൾ ജൂണിൽ ഒരു അറ്റംപ്റ്റ് ചെയ്ത് ജൂണിൽ ഫെയിൽ ആയി, ആ ഒരു പേപ്പർ നമുക്ക് സെപ്റ്റംബറിൽ ചെയ്യാം. ഈ നമ്മുടെ കമന്റ്സിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ മെസ്സേജസിൽ വരുന്ന കാര്യം, ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഈ കോഴ്സ് ACCA എന്നുള്ളത് എത്രമാത്രം ഫ്ലെക്സിബിൾ ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ? ആ ഫ്ലെക്സിബിലിറ്റിയുടെ ഉത്തരം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ACCA എന്ന് പറയുന്നത് 13 പേപ്പേഴ്സ് ആണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 13 പേപ്പേഴ്സിൽ ഓരോ പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CA-CMA കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ CA-CMAയിലൊക്കെ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഇപ്പോൾ 4 പേപ്പേഴ്സ് 3 പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇതിൽ അങ്ങനെ ഒരു
ബെനിഫിറ്റ് ഉണ്ട്, അതായത് ഒരു പേപ്പർ വെച്ച് ചെയ്താൽ മതി എന്നുള്ളൊരു ബെനിഫിറ്റ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അത് അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടെയാണ്. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഒരു പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്രത്തോളം ഡ്യൂറേഷൻ ഇത് എടുക്കും? ഡ്യൂറേഷൻ യൂഷ്വലി 2 to 3 years ആണ് പറയുന്നത്. ഇപ്പൊ സ്റ്റുഡൻസ് അത് ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് അത് നീണ്ടു പോവുകയും ചെയ്യാം. ആൻഡ് ഈ ഫ്ലെക്സിബിലിറ്റിന്റെ കേസ് പറഞ്ഞല്ലോ, ആ ഫ്ലെക്സിബിലിറ്റിന്റെ കേസിൽ ഇപ്പോൾ 1 പേപ്പർ ചെയ്യുന്നതിന് പകരം 2 പേപ്പേഴ്സ് നമുക്ക് ഒരു സിറ്റിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോരാനും പറ്റും. അങ്ങനെയും പറ്റും അല്ലേ? അങ്ങനെയും പറ്റും. ഓക്കെ. ACCA പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയ ഒരു കുട്ടിയോട് അവരോട് ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും നിങ്ങളുടെ അനുഭവത്തിനും കൂടെ? ACCA പഠിക്കാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് ചിലർ വീട്ടുകാരുടെ നിർബന്ധത്തിന് ഇങ്ങനെ ഓരോ കോഴ്സ് ചെയ്യാനായിട്ട് വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന്, എൻ്റെ മാത്രം താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ACCA കോഴ്സ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്ര പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇൻ കേസ് വീട്ടുകാരുടെ നിർബന്ധത്തിന് ഞാനിത് എടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡ്രോപ്പ് ചെയ്ത് പോവായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ACCA കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്തരത്തിൽ ACCA എന്നുള്ളതൊരു ഇന്റർനാഷണൽ കോഴ്സാണ്. ഇതിനകത്ത് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന അറിവ് ഒരിക്കലും മാർക്കറ്റിംഗ് കണ്ടന്റിൽ ഒതുങ്ങി നിൽക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട കുറേ അധികം ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ആവട്ടെ, മെമ്പർഷിപ്പ് ആവട്ടെ, സബ്ജക്ട്സ് ആവട്ടെ, അതിനകത്ത് എക്സംഷൻസ് ആവട്ടെ, ഇവിടെ പറഞ്ഞതും അതിലപ്പുറം നിങ്ങൾക്കും ഉണ്ടാവുന്ന ഏത് ഡൗട്ട്സും ക്ലാരിറ്റി വരുത്തുക. ഈ കോഴ്സുകളൊക്കെ അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നല്ല തുടക്കം. അങ്ങനെയുള്ളൊരു തുടക്കത്തിന് വേണ്ടി ICMSന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും. ഇത്രയും സമയം നമ്മൾ കുട്ടികളായിട്ട് സംവദിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള ക്ലാരിറ്റീസ് ഒക്കെ കൊടുക്കാൻ നിങ്ങളുടെ ഒരു സമയം ഇനിയും ആവശ്യമുണ്ടാകും. ഇതുവരെ നമ്മൾ ചെലവഴിച്ചതിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.